അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. സോഷ്യൽ മീഡിയയിലൂടെ ജോലി വാഗ്ദാനം ചെയ്ത് കരിവള്ളൂർ സ്വദേശിയുടെ 2.25 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പ്രതിയെ തൃശൂരിൽ വച്ച് പയ്യന്നൂർ പോലീസ് പിടികൂടി. പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് തൃശൂർ കുമാരനെല്ലൂർ പരത്തിപ്പാറ സ്വദേശി CM യാസറിനെ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാകാത്തതിനാൽ രോഗികൾ ദുരിതത്തിൽ. കിടത്തി ചികിത്സയ്ക്കായുള്ള പല വാർഡുകളും ഇപ്പോഴും അടച്ചിട്ട നിലയിൽ. വർഷം 3 കഴിഞ്ഞിട്ടും ഇതുവരെയും പൂർത്തിയാകാതെ നവീകരണ പ്രവർത്തനങ്ങൾ. തെങ്ങ് കയറ്റ തൊഴിലാളികളെ ആദരിച്ച് കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ. തൊഴിലാളികൾക്ക് ആദരം നൽകിയത് ലോക നാളികേര ദിനാചരണ ഭാഗമായി. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറുഭാഗത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുളമായ നിലയിൽ. പ്രദേശവാസികൾ ഈ ദുരിതപാതയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി നാളുകളേറെയായെങ്കിലും പ്രശ്നം കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. സോഷ്യൽ മീഡിയയിലൂടെ ജോലി വാഗ്ദാനം ചെയ്ത് കരിവള്ളൂർ സ്വദേശിയുടെ 2.25 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പ്രതിയെ തൃശൂരിൽ വച്ച് പയ്യന്നൂർ പോലീസ് പിടികൂടി. തൃശൂർ കുമാരനെല്ലൂർ പരത്തിപ്പാറ സ്വദേശി CM യാസറിനെയാണ് പയ്യന്നൂർ DYSP KV വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. കരിവെള്ളൂർ പെരളം UP സ്കൂളിന് സമീപത്തെ P സന്ദീപാണ് ഓൺലൈൻ തട്ടിപ്പിനിരയായത്. ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി 2,86,500 രൂപയാണ് തട്ടിയെടുത്തത്. പരാതിയിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് അന്വേഷണത്തിനിടയിലാണ് തൃശൂർ കുമരനെല്ലൂർ പരുത്തിപ്പാറ സ്വദേശി CM യാസിറിനെ പിടിയിലാക്കിയത്. ഒരു വാട്സ്ആപ്പ് നമ്പറിൽ നിന്നും പാർട്ട് ടൈം ബിസിനസ്സിലൂടെ കൂടുതൽ പണം സമ്പാദിക്കാമെന്ന സന്ദേശം അയച്ചാണ് ഈ തട്ടിപ്പിന് തുടക്കം. പിന്നീട് ടെലഗ്രാം IDയിലൂടെ വിവിധ ടാസ്കുകൾ നൽകി 2 ദിവസത്തിനുള്ളിൽ പരാതിക്കാരന്റെ 2,86,500 രൂപ തട്ടിയെടുത്തു. ടാസ്കുകൾ പൂർത്തീകരിച്ചതിനു ശേഷം ലാഭമോ നൽകിയ പണമോ തിരിച്ചു നൽകാതെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ എറണാകുളത്ത് വച്ചാണ് പയ്യന്നൂർ DYSP K വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. SI C സനേദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ AG അബ്ദുൾ ജബ്ബാർ, മുകേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാത്തതിനാൽ രോഗികൾ ദുരിതത്തിൽ. കിടത്തി ചികിത്സയ്ക്കായുള്ള പല വാർഡുകളും ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. 3 വർഷം മുൻപ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 40 കോടി രൂപ ചെലവിട്ടാണ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവീകരണം ആരംഭിച്ചത്. പെയിന്റിംഗ്, പ്ലംബിംഗ് ജോലികളുടെ പൂർത്തീകരണം, ശുചിമുറി നവീകരണം, പുതിയ വാതിലുകൾ, ജനലുകൾ, നിരീക്ഷണ ക്യാമറകൾ, 2 ജനറേറ്ററുകൾ തുടങ്ങിയവ സ്ഥാപിക്കൽ, അഗ്നിസുരക്ഷാ സംവിധാനങ്ങളുടെയും മെഡിക്കൽ കോളേജ് റോഡുകളുടെയും ശീതീകരണ സംവിധാനങ്ങളുടെയും ലിഫ്റ്റുകളുടെയും ആശുപത്രി കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെയും നവീകരണം എന്നിവയ്ക്കൊപ്പം പഴയ ചികിത്സാ ഉപകരണങ്ങളും സർജറി ഉപകരണങ്ങളും മാറ്റുന്നതും നവീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. 1 വർഷത്തിനുള്ളിൽ നവീകരണ ജോലികൾ പൂർത്തിയാക്കണമെന്നായിരുന്നു കരാർ കമ്പനിക്കുള്ള നിർദ്ദേശം. എന്നാൽ വർഷം 3 കഴിഞ്ഞിട്ടും ഇതുവരെയും ജോലികളൊന്നും പൂർത്തിയായിട്ടില്ല. 3 തവണയാണ് വിജിൻ MLA ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ MLAയുടെ നിർദ്ദേശവും അധികൃതർ കാറ്റിൽ പറത്തിയ മട്ടാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി പയ്യന്നൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പൊതുയോഗം AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
മാഫിയ സംരക്ഷകനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷേ അത് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് അന്വേഷിക്കേണ്ട CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര സംഘങ്ങൾ അതിന് മെനക്കെട്ടാൽ തന്നെ മുഖ്യമന്ത്രിയെ പ്രതിയാക്കാൻ പോകുന്നില്ല. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VC നാരായണൻ, KP മോഹനൻ, KT ഹരീഷ്, ME ദാമോദരൻ നമ്പൂതിരി, C അനിൽകുമാർ, ഭരത് DP, മുട്ടിൽ സുധാകരൻ തുടങ്ങിയവർ പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക നാളികേര ദിനാചരണ ഭാഗമായി തെങ്ങ് കയറ്റ തൊഴിലാളികളെ ആദരിച്ച് കൈക്കോട്ട് കടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ. പീലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ് തൊഴിലാളികളെ ആദരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലും ജനപ്രതിനിധിയായും സജീവമായിരുന്ന തെങ്ങുകയറ്റ തൊഴിലിൽ പതിറ്റാണ്ടുകളുടെ പരിചയവുമുള്ള കൈക്കോട്ടുകടവ് കണ്ണങ്കയിലെ KV അമ്പുവിനെയും നാട്ടുകാരായ 5 തൊഴിലാളികളെയും അതിഥി തൊഴിലാളികളായ 2 പേരെയുമാണ് നാളികേര ദിനാചരണ ഭാഗമായി ആദരിച്ചത്. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ് ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KV ഗോപിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PP അബൂബക്കർ, സ്കൂൾ മാനേജർ PP അബ്ദുള്ള, മദർ PTA പ്രസിഡന്റ് K റഹീന, NSS പ്രോഗ്രാം ഓഫീസർ BK ബിജു പ്രമോദ്, KV അമ്പു, PP സത്യ, ഷീന എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോഴിക്കോട് ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി നടന്ന വഴിയിലൂടെ പരിപാടിയുടെ ഭാഗമായി പീസ് ഫൗണ്ടേഷൻ പ്രവർത്തകർ പയ്യന്നൂർ ആനന്ദ തീർത്ഥാശ്രമത്തിൽ സന്ദർശനം നടത്തി. ആശ്രമം ഭാരവാഹികൾ സംഘത്തെ സ്വീകരിച്ചു. കോഴിക്കോട് ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി നടന്ന വഴിയിലൂടെ പരിപാടിയുടെ ഭാഗമായി പീസ് ഫൗണ്ടേഷൻ പ്രവർത്തകർ പയ്യന്നൂർ ആനന്ദതീർത്ഥ ആശ്രമത്തിൽ സന്ദർശനം നടത്തി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഭാരവാഹികളായ T ബാലകൃഷ്ണൻ, KP മനോജ് കുമാർ, മുജീബ് പുറായിൽ, ശ്രീകുമാർ തെക്കേടത്ത്, N പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴയകാലത്ത് ഹിന്ദുമതത്തിലെ ജാതിക്കെതിരെ ഇത്ര ശക്തമായി പ്രതികരിച്ച ഒരു മനുഷ്യൻ, ഞാൻ മനസ്സിലാക്കിയത് അന്നത്തെ MA ഡിഗ്രിക്കാരനാണ് അദ്ദേഹം. ഏത് ജോലിയും കിട്ടുമായിരുന്ന സ്വാമികൾ തൻ്റെ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ, താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി എത്രമാത്രം പടവൊരുതിയിട്ടുണ്ട്. അവസാനകാലം ഗുരുവായൂർ അദ്ദേഹം അനുഭവിച്ച ഇപ്പോൾ പന്തി ഭോജനം അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദമൊട്ട് ഇന്ന് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത് സ്വാമിജിയുടെ ആത്മസമർപ്പണമാണെന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആശ്രമം ഭാരവാഹികൾ സംഘത്തെ സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുളമായി. പ്രദേശവാസികൾ ഈ ദുരിതപാതയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി നാളുകളേറെയായെങ്കിലും പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതർ. പയ്യന്നൂർ നഗരസഭയുടെ 28, 29, 30 വാർഡുകളുടെ ഭാഗമായ നിരവധി റോഡുകളാണ് മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞും ചെളിക്കുളമായും കിടക്കുന്നത്. ഡ്രൈനേജ് സംവിധാനങ്ങളുടെ അപര്യാപ്തത തന്നെയാണ് റോഡുകളുടെ ഈ ശോച്യാവസ്ഥയ്ക്ക് പ്രധാന കാരണം. പലർക്കും വീടുകളിൽ നിന്നും ഗേറ്റിന് പുറത്തേക്കിറങ്ങാൻ പോലും സാധിക്കാത്ത നിലയിൽ വെള്ളക്കെട്ടുണ്ട്. കാൽനടയാത്ര സാധ്യമാകാത്ത സാഹചര്യത്തിൽ പ്രഭാത നടത്തം പാടെ ഉപേക്ഷിച്ചവരുമുണ്ട്. പയ്യന്നൂരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ പയ്യന്നൂർ അമ്പലത്തിലെ ഇതിൻ്റെ പിറകുവശത്തുകൂടെ പോകുന്ന റോഡ് വെള്ളക്കെട്ടാൽ ആ റോഡ് എല്ലാ ഭാഗത്തു നിന്നും, നമ്മൾ കേളോത്ത് ഭാഗത്തു നിന്നായാലും ബാക്കിയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നായാലും വന്ന് യോജിക്കുന്ന ചേരിക്കൽ മുക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായ വെള്ളക്കെട്ട് ഇപ്പം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾ വളരെയേറെ ദുരിതത്തിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കാൽനട യാത്രക്കാർക്ക് തീരെ പോകാൻ പറ്റാത്ത സാഹചര്യമായി അവിടെ മാറിയിരിക്കുന്നു. അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് പണി ഒന്ന് അതിനെ മെയിനായിട്ട് ബാധിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല. ഇരുവശത്തും മതിലുകളായതോടെ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ മാർഗമില്ലാതായി. റോഡിലെ കുഴികളും പ്രശ്നം ഗുരുതരമാക്കി. P2C.
പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡുകൾ മിക്കതും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. മാസങ്ങളായി ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇത് സമീപ പ്രദേശത്തുള്ളവർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. കാൽനടയാത്ര ദുസ്സഹമായി മാറിയിട്ടുണ്ട്. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് സ്കിൻ ഇൻഫെക്ഷൻ അടക്കം വരുന്നു എന്നാണ് സമീപ പ്രദേശത്തുള്ളവർ പറയുന്നത്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും തുടർക്കഥയാകുന്നുണ്ട്. മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറന്നേ പറ്റൂ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. കൊഴുമൽ വനിതാ സഹകരണ സംഘത്തിന്റെ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിജീവനത്തിനായി കൊഴുമൽ വനിതാ സഹകരണ സംഘം സംഘത്തിന്റെ ഓണം വിപണന മേള TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഒത്തുകൂടാനും എല്ലാ സങ്കടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമിടയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ടുള്ള ലക്ഷ്യമാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി സ്വാഭാവികമായിട്ടും ജനങ്ങളാകെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നൊരു ഘട്ടത്തിൽ സാധനങ്ങൾക്ക് വില കൂടും. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് P പങ്കജാക്ഷി അധ്യക്ഷത വഹിച്ചു. T ഗോപാലൻ, M രാഘവൻ, C ബാലകൃഷ്ണൻ, മധു, ഗോപാലകൃഷ്ണൻ, ഷീബ ദിവാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുണിത്തരങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, സാനിറ്ററി ഐറ്റംസ് തുടങ്ങിയവയാണ് വിപണനമേളയിൽ ഒരുക്കിയിരിക്കുന്നത്. മേള ഉത്രാടം വരെ തുടരും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഉദിനൂർ എടച്ചാക്കൈ AUP സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വളപ്പിൽ ശലഭോദ്യാനത്തോട് ചേർന്ന് കൃഷിയിറക്കിയ ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നു. പള്ളിക്കര കൃഷിഭവനിൽ നിന്നെത്തിച്ച ഹൈബ്രിഡ് ചെണ്ടുമല്ലിച്ചെടികൾ 2 മാസം കൊണ്ടാണ് വിളവെടുപ്പിന് പാകമായത്. പടന്ന കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആദ്യമായി ഇക്കോ ക്ലബ്ബ് പൂക്കൃഷി ചെയ്തത്. മഴയിൽ കൃഷിക്ക് നാശം വരാതിരിക്കാൻ അധ്യാപികമാരായ K സൽമത്ത്, KN സീമ, K പ്രജിഷ എന്നിവർ അവധി ദിവസങ്ങളിലും സ്കൂളിലെത്തി പൂക്കൃഷി പരിപാലനത്തിൽ വിദ്യാർത്ഥികളെ സഹായിച്ചു. പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ പൂക്കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ EP വത്സരാജ് അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് PP കപിൽ, സ്റ്റാഫ് സെക്രട്ടറി K രജിത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കുമായി ചേർന്ന് കണ്ടോത്ത് ALP സ്കൂളിൽ കുട്ടികളുടെ സമ്പാദ്യ നിക്ഷേപ പദ്ധതി തുടങ്ങി. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP ജ്യോതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ചേർന്നു. കുട്ടികൾ സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകൾ ഉൾപ്പെടെ ആഴ്ചയിൽ 1 ദിവസം ബാങ്കിൽ അടയ്ക്കും. ഇതിനായി വിദ്യാർത്ഥികളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി. സ്കൂളിലെ മുഴുവൻ കുട്ടികളും പദ്ധതിയിൽ ചേർന്നു. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP ജ്യോതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ കാണുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് കുറേ സമയം ഇവിടെ ഇരുന്നേക്കാന്നുള്ളൊരു തോന്നലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ലഘു സമ്പാദ്യം എന്നുള്ള നിലയിൽ കുഞ്ഞുമക്കളിൽ സമ്പാദ്യശീലം വളർത്തുക എന്നുള്ളതാണ് ബാങ്ക് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആഴ്ചയിൽ വീട്ടിൽ നിന്നും ലഭിക്കുന്ന തുക മിഠായി വാങ്ങാനോ അങ്ങനെയൊന്നും ദുരുപയോഗം ചെയ്യാതെ ഈ സ്കൂളിനകത്ത് കൊണ്ടുവന്ന് ടീച്ചറെ ഏൽപ്പിച്ച് അത് ഭാവിയിൽ ഒരു ഉപകാരപ്രദമാകുന്ന നിലയിലേക്ക് വിനിയോഗിക്കാൻ കഴിയണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. PTA പ്രസിഡന്റ് P ഷിജിത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ K ചന്ദ്രിക മുഖ്യാതിഥിയായി. ബാങ്ക് സെക്രട്ടറി K തങ്കമണി, വൈസ് പ്രസിഡന്റ് VP പ്രഭാകരൻ, സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് സെക്രട്ടറി M വനജാക്ഷി, മദർ PTA പ്രസിഡന്റ് EV രമ്യ, സ്കൂൾ ലീഡർ അമേയ TV, ഹെഡ് മിസ്റ്റേഴ്സ് PP സനില, മുരളീകൃഷ്ണൻ M തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർക്കക്കമ്പികളുടെ അംഗീകൃത ഡീലർ കൂത്തൂർ ട്രേഡേഴ്സ് പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. വാർക്കക്കമ്പികൾക്ക് പുറമെ വിവിധ കമ്പനികളുടെ സിമന്റുകളും ഇവിടെ നിന്ന് വിൽപ്പന നടത്തും. വീടുകളുടെ നിർമ്മാണ സ്വപ്നങ്ങൾക്ക് ഉരുക്കിന്റെ കരുത്തു പകരാൻ ടാറ്റ ടിസ്കോൺ TMD ബാർ വാർക്കക്കമ്പികളുടെ അംഗീകൃത ഡീലർ കൂത്തൂർ ട്രേഡേഴ്സ് കണ്ടോത്ത് ശ്രീ കൂർബ ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. ടാറ്റ TMD ബാർ ടിസ്കോൺ വാർക്കക്കമ്പികൾക്ക് പുറമെ രാംകോ, അൾട്രാടെക്, ചെട്ടിനാട് കമ്പനികളുടെ സിമന്റുകളും ഇവിടെ നിന്നും ലഭ്യമാകും.
കൂത്തൂർ പത്മനാഭൻ, കൂത്തൂർ നാരായണൻ, വിവേക് എ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൂത്തൂർ ട്രേഡേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 94505450 എന്ന നമ്പറിലോ 9562334144 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കരിവള്ളൂർ കാൻഫെഡിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവു തെളിയിച്ചവർക്കുള്ള അനുമോദനവും കൂക്കാനം റഹ്മാൻ മാസ്റ്ററുടെ നോവലിന്റെ പ്രകാശനവും നടന്നു. റിട്ടയർഡ് ഡയറക്ടർ പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാൻഫെഡ് കരിവെള്ളൂരിന്റെ നേതൃത്വത്തിൽ അനുമോദനവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. 2023-24 വർഷത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഡോക്ടർ മാളവിക CK, ഡോക്ടർ അശ്വന ജിനാഥ്, ഡോക്ടർ സുമിത് നമ്പ്യാർ, ഡോക്ടർ A അരവിന്ദ് എന്നിവർക്കും ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിനർഹരായ സുനിൽകുമാർ KM, രജീഷ് K എന്നിവർക്കുമുള്ള അനുമോദനവും കാൻഫെഡ് രക്ഷാധികാരി കൂക്കാനം റഹ്മാൻ മാസ്റ്ററുടെ 3ാമത്തെ നോവൽ അതിരേതിന്റെ പ്രകാശനവും നടന്നു. കാൻഫെഡ് ഓഫീസിൽ നടന്ന പരിപാടി റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എം തമ്പാൻ അധ്യക്ഷത വഹിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ K സുദീപ് അനുമോദന ഭാഷണം നടത്തി. ഡോക്ടർ AV ഭരതൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. മഞ്ജു ചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. M ശശിമോഹനൻ പുസ്തക പരിചയം നടത്തി. ഗീതം ഗോപി, K ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കരിവെള്ളൂർ രത്നകുമാറിന്റെ ചെറുമകൻ സാത്വിക് അവതരിപ്പിച്ച ഓട്ടംതുള്ളലും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പാണപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ 100ാം വാർഷികത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. കലാ സാംസ്കാരിക മണ്ഡലങ്ങളെ അനാവരണം ചെയ്യുന്നതുമായ വിവിധങ്ങളായ നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടുകൂടിയ വർണ്ണാഭമായ ഘോഷയാത്ര പാണപ്പുഴയുടെ രാജവീതികളെ പുളകമണി. പാണപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ 100ാം വാർഷികത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി. പാണപ്പുഴ പുതിയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര പാണപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്ത് സമാപിച്ചു. കാർഷിക പ്രദർശനം, വിവിധ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്നു നടന്ന പൊതുസമ്മേളനം കടന്നപ്പള്ളി പാണപ്പുഴ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VKV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. 100ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി ആദ്യ ഫണ്ട് KK സെയ്താലിയിൽ നിന്ന് K പത്മനാഭൻ ഏറ്റുവാങ്ങി. O കൃഷ്ണൻ, KP മനോജ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ PR പ്രഭാകരൻ, KP അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം വായനായനം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന വീടകം വായനയുടെ പൂക്കാലം ഗ്രന്ഥശാല തല സംഘാടക സമിതി രൂപീകരണം നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആസൂത്രണം ചെയ്ത വായനായനം എന്ന പരിപാടിയുടെ ഭാഗമായി 60 വീടുകൾ വിപുലമായ സാംസ്കാരിക സദസ്സിന് ആതിഥേയത്വം വഹിക്കും. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായ സെപ്റ്റംബർ 8 തുടങ്ങി ദേശീയ ശാസ്ത്രദിനമായ ഫെബ്രുവരി 28 സമാപിക്കുന്ന രീതിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വീടകം വായനയോടൊപ്പം എഴുത്തുകാരും വായനക്കാരുടെ മുൻപിലെത്തി എഴുത്തനുഭവം പങ്കുവെക്കും. ഇതിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. പാലക്കുന്ന് VV ഭാസ്കരന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. VV പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. കൊടക്കാട് നാരായണൻ സംസാരിച്ചു. AV രമണി, ശശിധരൻ ആലപ്പടമ്പൻ, TK ചന്ദ്രൻ, കൊടക്കാട് നാരായണൻ എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ മണ്ഡലം കൺവെൻഷൻ കണ്ടോത്ത് ശ്രീ കൂറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി V ഹനീഫ ഉദ്ഘാടനം ചെയ്തു. 1000, 2000, 3000 ഒക്കെ പാചകം തൊഴിലായിട്ടെടുക്കുമ്പോൾ ഈ തൊഴിലിനെ അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ ആവേശത്തോടെ അവരോടൊക്കെ പറയും, ഞാൻ വലിയ വലിയ വർക്ക് തൊഴിലെടുക്കുന്നവരാണ്, എനിക്ക് ആരെയും പേടിക്കണ്ട, എനിക്ക് തൊഴിലുണ്ട്. എത്ര വലിയ തൊഴിലായാലും ശരി,
അത് എത്തിക്കേണ്ടടുത്ത് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആവലാതികളും എത്തിക്കേണ്ടടുത്ത് എത്തിക്കണമെങ്കിൽ അതിനൊരു സംഘടന വേണം. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ മണ്ഡലം കൺവെൻഷനും SSLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും കണ്ടോത്ത് ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പാചകം തൊഴിലായി അംഗീകരിക്കുക, തൊഴിൽ നൈപുണ്യ പദ്ധതിയിൽ പാചക തൊഴിലാളികളെയും ഉൾപ്പെടുത്തുക എന്ന ആവശ്യം കൺവെൻഷൻ സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മണ്ഡലം സെക്രട്ടറി രാജേഷ് KP, മണ്ഡലം പ്രസിഡന്റ് KV വിജയൻ, നസീർ കൂത്തുപറമ്പ്, ശശികുമാർ VK, റഫീഖ് MT തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഓണക്കിറ്റ് വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചന്തേര ഗവൺമെന്റ് UP സ്കൂളിലെ 1973-74 ഏഴാം തരം ബാച്ച് സഹപാഠികൾ അരനൂറ്റാണ്ടിനു ശേഷം ഒത്തുചേർന്നു. പ്രശസ്ത സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചന്തേര ഗവൺമെന്റ് UP സ്കൂൾ 1973-74 ഏഴാം തരം ബാച്ച് സഹപാഠികൾ ഒത്തുചേർന്നു. പ്രശസ്ത സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ മാസ്റ്റർ അനുസ്മരണ ഭാഷണം നടത്തി. ശിവദാസൻ KT അധ്യക്ഷത വഹിച്ചു. ATP കുഞ്ഞമ്പു മാസ്റ്റർ അധ്യാപകരെ ആദരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ചന്ദ്രൻ സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഗൗരി P, അഹമ്മദ് കോയ TK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. LIC ഓഫ് ഇന്ത്യ 68ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചെറുകുന്ന് LIC ഓഫീസിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ VS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. LIC ചെറുകുന്ന് ബ്രാഞ്ച് മാനേജർ അമൽ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. KV വിജയകുമാരി, PC ശ്രീരേഷ്മ, OK രഘുത്തമൻ, KV ബാലഗോപാലൻ, A ബാബു, K സൗരവ്, P നിതിൻ, പുഷ്പജ ഹരിദാസ്, വാസു നമ്പ്യാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. A1 ലൈബ്രറി കരിവള്ളൂരിന്റെ താലൂക്ക് റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. A1 ലൈബ്രറി കരിവള്ളൂർ താലൂക്ക് റഫറൻസ് ലൈബ്രറി ഉദ്ഘാടനം A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. A1 ലൈബ്രറി പ്രസിഡന്റ് NK വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K ശിവകുമാർ പദ്ധതി വിശദീകരണം നടത്തി. TV ശശി, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, TV നാരായണൻ മാസ്റ്റർ, P വിജയകുമാർ, K അനിരുദ്ധൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. TI മധുസൂദൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, ജീവിതശൈലി രോഗനിർണയം, ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജിന NAV ക്യാമ്പ് നയിച്ചു. K പത്മിനി, സതീശൻ മാസ്റ്റർ, സുരേഷ് ബാബു, KG ബിന്ദുമോൾ, K ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ചെറുതാഴം കോവൽ റെഡ് സ്റ്റാർ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ നടത്തിയ കമ്പനി സെക്രട്ടറി ഫൈനൽ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സ്വാതി ജയരാജിനെ അനുമോദിച്ചു. M വിജിൻ MLA ഉപഹാരം നൽകി. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ നടത്തിയ കമ്പനി സെക്രട്ടറി ഫൈനൽ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സ്വാതി ജയരാജിനെ അനുമോദിച്ചു. M വിജിൻ MLA ഉപഹാരം നൽകി. MB ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. A നിശാന്ത്, U സുരേശൻ, K മനോജ്, T രമേശൻ, MB രമ, നിവേദ് ചന്ദ്രൻ, C ഗണേശൻ, AK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഉത്തര മലബാറിലെ പ്രമുഖമായ ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്രം നവീകരണ ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവത്തിന് ഒരുക്കം തുടങ്ങി. മുന്നോടിയായി നവീകരണ കലശ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്രം നവീകരണ ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവം 2026 വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ മുന്നോടിയായി നവീകരണ കലശ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ഓഫീസ്, ഫണ്ട് ശേഖരണം എന്നിവയുടെ ഉദ്ഘാടനം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. പല വിഷയങ്ങളുണ്ട്. അദ്ദേഹം നടക്കുന്ന കാലത്ത് പയ്യന്നൂര് ഞാൻ ഉള്ള സമയങ്ങളിൽ എപ്പോഴും വരികയും ഈ ക്ഷേത്രത്തിന്റെ ശോചനീയാവസ്ഥ
എന്നെ അറിയിക്കുകയും അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ വരുവാനും അയ്യപ്പന് ഒരു പൂവിട്ട് പൂജിക്കാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പം സമപ്രായക്കാരനായിരിക്കുന്ന മേൽശാന്തിയും, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല, കരനാട്ടിലത്ത് അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്, ഈ പ്രദേശത്ത് മുഴുവൻ അറിയുന്ന ഒരാളാണ്. ചേനൻ രാമൻ ആദ്യ ഫണ്ട് നൽകി. സമ്മാനനിധി കാർഡ് വിതരണോദ്ഘാടനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു. കരിമ്പിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AG അജിത് കുമാർ, M ശ്രീജ, KT ലത, KM ദാമോദരൻ, കുടുക്കൻ ജനാർദ്ദനൻ, വിവിധ ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം കാരണവന്മാർ, സ്ഥാനികർ, മേൽശാന്തി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോഷ്യൽ മീഡിയയിലൂടെ ജോലി വാഗ്ദാനം ചെയ്ത് കരിവള്ളൂർ സ്വദേശിയുടെ 2.25 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പ്രതിയെ തൃശൂരിൽ വച്ച് പയ്യന്നൂർ പോലീസ് പിടികൂടി. പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് തൃശൂർ കുമാരനെല്ലൂർ പരത്തിപ്പാറ സ്വദേശി CM യാസറിനെ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകാത്തതിനാൽ രോഗികൾ ദുരിതത്തിൽ. കിടത്തി ചികിത്സയ്ക്കായുള്ള പല വാർഡുകളും ഇപ്പോഴും അടച്ചിട്ട നിലയിൽ. വർഷം 3 കഴിഞ്ഞിട്ടും ഇതുവരെയും പൂർത്തിയാകാതെ നവീകരണ പ്രവർത്തനങ്ങൾ. തെങ്ങുകയറ്റ തൊഴിലാളികളെ ആദരിച്ച് കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ. തൊഴിലാളികൾക്ക് ആദരം നൽകിയത് ലോക നാളികേര ദിനാചരണ ഭാഗമായി. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറുഭാഗത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുളമായ നിലയിൽ. പ്രദേശവാസികൾ ഈ ദുരിതപാതയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി നാളുകളേറെയായെങ്കിലും പ്രശ്നം കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.